നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് പറയാറുണ്ട്. പക്ഷെ ജീവനിൽ കൊതിയില്ലാത്ത ഒരു വിഭാഗവും നമുക്കിടയിൽ ഉണ്ടെന്ന പല ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഇടുക്കിയിൽ നിന്ന് ഒരു ദൃശ്യം കൂടി ഞങ്ങൾ കാണിച്ചു തരാം. വീണ്ടും ഒരു അപകടയാത്ര. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവാക്കളുടെ യാത്ര. മലപ്പുറം രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ വിജയനിലേക്ക് പോകുന്നതിന് മുൻപ് ആ ദൃശ്യങ്ങൾ രാഹുൽ വിജയനിലേക്ക്. രാഹുൽ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ രാഹുൽ തന്നെ എത്ര തവണ ഇതേപോലത്തെ ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ മലപ്പുറം രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഇവരെ മലയാളികളാണോ? എന്തുകൊണ്ടാണ് ഇത്രയധികം തവണയും ഈ ശിക്ഷയും ഒക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള റിസ്ക് എടുത്തുള്ള ജീവൻ പണയം വെച്ചുള്ള യാത്രകൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്? കൃഷ്ണ, എത്ര പറഞ്ഞാലും കേൾക്കാത്ത ചില ആളുകൾ ഉണ്ടാകുമല്ലോ. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പലതവണ ഈ മൂന്നാറിലെ അപകട യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഈ അപകട യാത്ര കാരണം പല അപകടങ്ങൾ ഉണ്ടായത് നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, വാർത്തയെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഒടുവിലത്തെയാണ്. ഇന്ന് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഈ സാഹസിക യാത്ര നടന്നിരിക്കുന്നത്. മലപ്പുറം രജിസ്ട്രേഷനുള്ള ഒരു ഇനോവ കാറിലാണ് 3 യുവാക്കൾ ഈ കാറിന്റെ ഡോറിൽ കയറിയിരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവധി കാലമായതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ വരവ് മൂന്നാറിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് മഞ്ഞുകാലം കൂടിയാണ്. അതുകൊണ്ട് മുൻപിൽ വരുന്നൊരു വാഹനം തൊട്ടടുത്തെത്തിയാൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഈ മേഖലയിൽ ഇത്തരത്തിലുള്ളൊരു അപകടയാത്ര വലിയ തരത്തിൽ ബുദ്ധിമുട്ട് ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ മേഖലയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ആ വാഹനത്തിന് പിന്നാലെ ഉണ്ടായിരുന്ന ഒരു ജീപ്പിലെ ഡ്രൈവറാണ് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെട്ടിട്ടുണ്ട്. അടിയന്തരമായി നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. തുടർച്ചയായി ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ടല്ലേ? മൂന്നാർ ഭാഗത്ത് നിന്ന് ഡോറിൽ കയറിയിരുന്ന യാത്ര, അങ്ങനെ പല തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ അപകടയാത്രയാണ്. എത്ര കേസെടുത്താലും എത്ര ദൃശ്യങ്ങൾ പുറത്തുവിട്ടാലും ഒരു പരിധിയും അതിനില്ല. ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനത്തുള്ള വാർത്തകൾ വരുന്നു. ഇത് കോൺഫിഡൻസ് അല്ലടാ, എൻ്റെ അഹങ്കാരം എന്ന് പറയുന്ന ആസിഫ് അലിയുടെ കഥാപാത്രത്തെ ഓർമ്മ വരും പെട്ടെന്ന്.